ചില യാത്രകൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ചെയ്യുന്ന യാത്രകളായിരിക്കില്ല. ആ യാത്ര ഒരു അനുഭവമായി മാറാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു യാത്രയിലേക്കാണ്. മേഘങ്ങൾക്കിടയിലൂടെ, കാടിൻ്റെ നടുവിലൂടെ, ചെളിയും മഴയും നിറഞ്ഞ ചെറിയ വഴികളിലൂടെ. ഒടുവിൽ നമ്മളെ എത്തിക്കുന്നത് 1343 മീറ്റർ ഉയരത്തിലുള്ള ഒരു അതിമനോഹരമായ മലമുകളിലേക്കാണ്. അതാണ് കുടജാദ്രി. ഒരു വശത്ത് അഡ്വഞ്ചറും മറ്റൊരു വശത്ത് പ്രകൃതിയുടെ സൗന്ദര്യവും, അതോടൊപ്പം വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒരുപാട് കഥകൾ പറയാനുള്ള സ്ഥലമാണ് കുടജാദ്രി. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സാധാരണ മലമ്പാതയിലൂടെയുള്ള യാത്രയല്ലെന്ന്. ആദ്യമൊക്കെ റോഡ് വളരെ മനോഹരമായിരുന്നു. ഇരുവശവും പച്ചപ്പിൻ്റെ വലിയൊരു ലോകം. റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന കൂട്ടം കൂട്ടമായുള്ള പശുക്കൾ, ദൂരത്തേക്ക് നീണ്ടു നിൽക്കുന്ന മലനിരകൾ, മരങ്ങൾക്കിടയിലൂടെ വരുന്ന തണുത്ത കാറ്റ്, ഇതൊക്കെ കണ്ടുകൊണ്ട് ജീപ്പിൻ്റെ വിൻഡോ സീറ്റിൽ ഇരുന്നുള്ള ഒരു യാത്ര സത്യത്തിൽ ഒരു സിനിമയിലെ സീൻ പോലെ തോന്നി. പുറത്തേക്ക് നോക്കിയാൽ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഒരിടത്ത് മല, മറ്റൊരിടത്ത് കാട്, പിന്നെ മേഘങ്ങൾ, അതിനിടയിൽ ചെറിയൊരു മഴ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയുന്നില്ല. പക്ഷേ ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. കാരണം ഇനി പോകാൻ പോകുന്നത് റോഡില്ലാത്ത വഴിയിലൂടെയാണ്. ഇവിടെയാണ് കുടജാദ്രിയുടെ അഡ്വഞ്ചർ തുടങ്ങുന്നത്. ഇനി നമ്മൾ പോകുന്നത് പ്രോപ്പർ റോഡിലൂടെയല്ല. ചെളികൾ, കല്ലുകൾ, വെള്ളക്കെട്ടുകൾ, കാടിൻ്റെ നടുവിലൂടെ പോകുന്ന ചെറിയ വഴികൾ. ചില സ്ഥലങ്ങളിൽ 2 ജീപ്പുകൾക്ക് പോലും ഒരുമിച്ച് പോകാൻ സ്പേസ് ഇല്ല. മറുവശത്ത് മല, ഒരു വശത്ത് കാട്. അതിൻ്റെ നടുവിലൂടെ നമ്മുടെ ജീപ്പ് മുന്നോട്ട് പോകുന്നു. ജീപ്പ് ഒന്ന് ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട് കുഴിയിലേക്ക് ഇറങ്ങുന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് കയറുന്നു. ജീപ്പിൻ്റെ ഓരോ മൊമെൻറ്റ്സിലും ഉള്ളിലുള്ള എല്ലാവരുടെയും റിയാക്ഷൻ കാണേണ്ടത് തന്നെയായിരുന്നു. ഇതാണ് ഈ യാത്രയുടെ ഏറ്റവും രസകരമായ ഭാഗം. ജീപ്പിൻ്റെ ശബ്ദം, ഹോണുകളുടെ ശബ്ദം, മഴത്തുള്ളികൾ, കാറ്റിൻ്റെ ശബ്ദം, അതിനിടയിൽ നമ്മുടെ ചിരിയും എക്സൈറ്റ്മെൻറ്റും. ഒരുപാട് ജീപ്പുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു ജീപ്പ് മുന്നിൽ, മറ്റൊന്ന് പിന്നിൽ. ചിലപ്പോൾ വഴിയിൽ ജീപ്പ് നിർത്തും. മുന്നിലുള്ള ജീപ്പ് കടന്നു പോകാൻ വേണ്ടി കാത്തു നിൽക്കും. പിന്നെ വീണ്ടും യാത്ര തുടരും. ആ സമയത്ത് നമ്മൾ ഡെസ്റ്റിനേഷനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഈ ജേർണി തന്നെ എൻജോയ് ചെയ്യുകയായിരുന്നു. കാരണം കുടജാദ്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുടജാദ്രി നമ്മളെ ഒരു അഡ്വഞ്ചറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ പതുക്കെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങി. കാട് കൂടുതൽ ഡെൻസായി. മുന്നിലുള്ള വഴി പോലും ചിലപ്പോൾ മഞ്ഞിനുള്ളിൽ മറഞ്ഞു പോകുന്നു. ചെറിയ മഴ, തണുത്ത കാറ്റ്, മരങ്ങളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ, ഇതൊക്കെ ചേർന്നപ്പോൾ ഒരു പ്രത്യേകതരം അറ്റ്മോസ്ഫിയറായി മാറി. നമ്മൾ സാധാരണ കാണുന്ന യാത്രകളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇവിടെ പ്രകൃതിയെ നമ്മൾ കാണുകയല്ല, പ്രകൃതിയുടെ ഉള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇനി വരുന്ന വഴിയാണ് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുള്ളത്. ചെളിയിൽ ജീപ്പിൻ്റെ ടയർ കറങ്ങുന്ന ശബ്ദം, കുഴികളിലൂടെ ജീപ്പ് കയറി ഇറങ്ങുന്ന മൂമെൻറ്റ്സ്, ഡ്രൈവറിൻ്റെ പെർഫെക്റ്റ് കൺട്രോൾ. മുന്നിലുള്ള ജീപ്പിൻ്റെ ടയർ ചെളി മുഴുവൻ പുറത്തേക്ക് തെറിപ്പിക്കുന്നു. എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചില സമയത്ത് ജീപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കും, ഇനി ഈ ജീപ്പ് എങ്ങനെയാണ് മുകളിലേക്ക് കയറാൻ പോകുന്നത്? പക്ഷേ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് അതെല്ലാം വളരെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യുന്നു. ഇനി ഏകദേശം 2 കിലോമീറ്റർ കാലുകൾ കൊണ്ട് മല കയറി മേഘങ്ങളെ തേടി കുടജാദ്രിയുടെ മുകളിലേക്ക് നടന്നു കയറണം. ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു വ്യത്യാസം മനസ്സിലായി. ഇത്ര നേരം നമ്മളെ കൊണ്ടുപോയത് ജീപ്പായിരുന്നു. ഇനി നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മുന്നിൽ ചെറിയൊരു ട്രക്കിംഗ് ട്രെയിൽ, ചുറ്റും പച്ചപ്പ്, മുകളിൽ മഞ്ഞ്, ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ. കാറ്റിന് പോലും ഇവിടെ വേറൊരു ഫീലാണ്.
ആദ്യമൊക്കെ ട്രെക്കിംഗ് വളരെ എളുപ്പമായി തോന്നി. പക്ഷേ പതുക്കെ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ശ്വാസം കുറച്ച് ഹെവി ആവാൻ തുടങ്ങി. എങ്കിലും ഓരോ ചൂടും നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഈ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാപ്പിൽ നോക്കുമ്പോൾ വളരെ ചെറുതായി തോന്നാം. പക്ഷേ അതിൻ്റെ ഓരോ ചുവടിനും ഓരോ കഥയുണ്ട്. ഒരിടത്ത് കല്ലുകൾ, മറ്റൊരിടത്ത് ചെളി, ചിലപ്പോൾ മഞ്ഞ്, പിന്നെ ചെറിയ ചാറ്റൽ മഴ, ഇടയ്ക്ക് തുറക്കുന്ന മനോഹരമായ വ്യൂസ്. ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകളുടെ എക്സൈറ്റ്മെൻറ്റ്. ആരും ആരെയും പരിചയമില്ലെങ്കിലും ഈ യാത്രയിൽ എല്ലാവരും ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് പോലും ഉണ്ടാകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗമായ കൊടജാദ്രിയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1343 കിലോമീറ്റർ ഉയരത്തിലാണ് കൊടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറും ഒരു ട്രെക്കിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ചുറ്റും ഡെൻസായ എവർഗ്രീൻ ഫോറസ്റ്റിന് നടുവിലാണ് ഈ പ്രദേശം. മലനിരകൾ, വെള്ളച്ചാട്ടങ്ങൾ, വ്യത്യസ്തമായ സസ്യ ജന്തുജാലങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. കൊടജാദ്രി ഉൾപ്പെടുന്ന പ്രദേശം മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ പ്രകൃതിയുടെ ബ്യൂട്ടി മാത്രമല്ല, വെസ്റ്റേൺ ഗാട്സിൻ്റെ ബയോഡൈവേഴ്സിറ്റിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ കൊടജാദ്രിയുടെ കഥ പ്രകൃതിയിൽ മാത്രം അവസാനിക്കുന്നില്ല. ഈ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആത്മീയ പ്രാധാന്യമാണ്. കുലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കൊടജാദ്രിയുടെ താഴ്വാരത്തിലാണ്. മൂകാംബിക ദേവിയുമായി കൊടജാദ്രിക്ക് വളരെ ആഴത്തിലുള്ള ആത്മീയ ബന്ധമുണ്ട്. വിശ്വാസമനുസരിച്ച് ദേവി ഇവിടെ താമസമനുഷ്ഠിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊടജാദ്രിയിലേക്ക് വരുന്ന യാത്ര ഒരാൾക്ക് ട്രക്കിംഗ് ആയിരിക്കാം, മറ്റൊരാൾക്ക് അഡ്വഞ്ചർ ആയിരിക്കാം. പക്ഷേ ഒരുപാട് ഭക്തർക്ക് ഇതൊരു പിൽഗ്രിമേജ് കൂടിയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൊടജാദ്രിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന ആത്മീയ കഥയുമുണ്ട്. ആദി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണത്. കൊടജാദ്രിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സർവജ്ഞപീഠം ആദി ശങ്കരാചാര്യൻ ധ്യാനിച്ച സ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മലമുകൾ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ആളുകൾ വിശ്വാസത്തോടെ നോക്കിക്കണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടുന്നത്. ചുറ്റും മേഘങ്ങൾ, താഴെ മലനിരകൾ, അകലെ കാട്, മുകളിലെ മഴ, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ നിമിഷം വാക്കുകളിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. 2 കിലോമീറ്ററോളം നടന്നതിന് ശേഷം ആദ്യമായി കൊടജാദ്രി ഡെസ്റ്റിനേഷൻ്റെ നമ്മുടെ മുന്നിൽ തെളിയുന്നു. സത്യത്തിൽ ഇത്രയും നേരം കയറിയതിൻ്റെ ക്ഷീണം ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ മറന്നു. മുകളിലെത്തുമ്പോൾ മഞ്ഞ് നമ്മളെ മുഴുവൻ ചുറ്റിപ്പറ്റി. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന വഴികൾ പോലും മഞ്ഞിനുള്ളിൽ മറഞ്ഞു. ഇതാണോ ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തെത്തിയ കൊടജാദ്രി? അതെ, ഇതാണ് നമ്മുടെ കൊടജാദ്രി. പക്ഷേ കൊടജാദ്രിക്ക് ഞങ്ങൾക്കായി മറ്റൊരു സർപ്രൈസ് കൂടി തരാനുണ്ടായിരുന്നു. ഞങ്ങൾ മുകളിൽ എത്തിയതിന് പിന്നാലെ മഴ തുടങ്ങി. ആദ്യം ചെറിയ തുള്ളികൾ, പിന്നെ കുറച്ച് ശക്തമായി. പക്ഷേ ആ മഴ പോലും ഇവിടെ ഒരു ബ്ലെസ്സിങ് പോലെ തോന്നി. മേഘങ്ങൾ, മഴ, തണുത്ത കാറ്റുകൾ, ചുറ്റും മലകൾ, ഒപ്പം നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയ ആ സന്തോഷം എല്ലാം കൂടി ചേർന്നപ്പോൾ ആ നിമിഷം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ സത്യത്തിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ യാത്ര തുടങ്ങിയത് ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു, നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു അനുഭവത്തിൻ്റെ അവസാനത്തിലേക്കാണ്. കാടിനുള്ളിലൂടെയുള്ള ആ ജീപ്പ് യാത്ര, ചെളി നിറഞ്ഞ വഴികൾ, ഓരോ വളവിലും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഭയങ്ങൾ, മുകളിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചകൾ, അവസാനം ഈ മലമുകളിൽ എത്തി നിന്ന ആ നിമിഷം, ഇതെല്ലാം ഇനി ഒരു യാത്രയുടെ ഓർമ്മകൾ മാത്രമായിരിക്കും. ചില യാത്രകൾ നമ്മൾ ക്യാമറയിൽ പകർത്തും, പക്ഷേ ചില യാത്രകൾ നമ്മളെ തന്നെ മാറ്റും. കൊടജാദ്രി നിന്നെ കാണാൻ വന്നതാണ് എന്ന് കരുതി, പക്ഷെ തിരിച്ചു പോകുമ്പോൾ മനസ്സിലാകുന്നു, നീ എനിക്ക് തന്നത് ഒരു കാഴ്ചയില്ല, മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ വഴികൾ മറന്നേക്കാം, പക്ഷേ ഈ മലമുകളിൽ നിന്ന് കണ്ട കാഴ്ചയും ഈ കാറ്റും ഈ നിമിഷവും മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അപ്പോൾ ഇത് ഒരു യാത്രയുടെ അവസാനമല്ല, അടുത്തൊരു യാത്രയുടെ തുടക്കമാണ്. ഇതുപോലെയുള്ള യഥാർത്ഥ യാത്രകളും അപ്രതീക്ഷിതമായ അനുഭവങ്ങളും നമ്മൾ ഒരുമിച്ച് കാണണമെങ്കിൽ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ നമ്മുടെ യാത്ര ഇനിയും ബാക്കിയുണ്ട്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ് ആൻഡ് കീപ് ക്രിയേറ്റിംഗ് മെമ്മറീസ്. ഞാൻ പോകുന്നു, പക്ഷേ ഈ മലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഒരു വീഡിയോയല്ല, ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനുള്ള ഓർമ്മകളാണ്. താങ്ക് യു.